വള്ളോപ്പിള്ളി പിതാവിന്റെ പ്രാർത്ഥനാ ജീവിതവും പാവങ്ങളോടുള്ള കരുതലും ഓർത്തെടുക്കുകയാണ് പിതാവിന്റെ കുടുംബത്തിൽ നിന്നുള്ള വൈദികനും കുടിയാൻമല ഫാത്തിമ മാതാ ചർച്ച് വികാരിയുമായ ഫാദർ പോൾ വള്ളോപ്പിള്ളി. ഞാൻ പോൾ വള്ളോപ്പിള്ളി, ഇപ്പം കുടിയാൻമലയിലെ വികാരിച്ചനാണ്. ഞാൻ വള്ളോപ്പിള്ളി പിതാവിൻ്റെ ചേട്ടൻ്റെ മകൻ്റെ മകനാണ്. വള്ളോപ്പിള്ളി പിതാവിനെ പറ്റി ഓർക്കുമ്പോൾ പിതാവിൻ്റെ ആ സമയനിഷ്ഠയും അതുപോലെ തന്നെ പാവങ്ങളോടുള്ള കരുതലും എപ്പോഴും എൻ്റെ മനസ്സിൽ കയറി വരാറുണ്ട്. സമയനിഷ്ഠയെക്കുറിച്ച് പിതാവിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് മറ്റുള്ളവരെ മാനിക്കുന്നവരെല്ലാവരും സമയം പാലിക്കുന്നതാണ്. കാരണം നമുക്ക് വേണ്ടി മറ്റുള്ളവരുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കണമെന്ന് പിതാവ് എപ്പോഴും ഉപദേശിക്കും. അതുകൊണ്ട് തന്നെ കൃത്യത പിതാവിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു. അതുപോലെ തന്നെ പിതാവ് വീട്ടിലൊക്കെ വരുമ്പോഴാണെങ്കിൽ പോലും പിതാവിൻ്റെ ഏറ്റവും കൂടുതലുള്ള സന്ദർശകരെന്ന് പറയുന്നത് പിതാവിൻ്റെ പാവപ്പെട്ട മനുഷ്യരാണ്, ഒന്നുമില്ലാത്തവർ, രോഗികൾ, ഇവരൊക്കെയാണ് പിതാവിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് സന്ദർശകരായിട്ടുള്ളത്. ബന്ധുക്കാരേക്കാളുപരി അല്ലെങ്കിൽ സാമ്പത്തികമുള്ളവരെക്കാൾ ഉപരിയായിട്ട് പിതാവ് പാവങ്ങളോടൊപ്പം എപ്പോഴും നിന്നിരുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. ആ അർഹതപ്പെട്ടവർക്ക് കൃത്യമായിട്ട് പിതാവ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. ആ പിതാവിൻ്റെ ഒരു കൃത്യതയും ആ കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ പാവങ്ങളോടുള്ള ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കും അന്നത്തെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ അത് സഹായമായിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പിതാവിനെ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരാണ്. പിതാവിൻ്റെ നന്മകൾ ഏറ്റവും കൂടുതൽ പാടി നടക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരാണ്. കാരണം പിതാവ് അവരെ അത്യധികമായിട്ട് സ്നേഹിച്ചു. അതുപോലെ തന്നെ ഏറ്റവും കൃത്യതയോടെ പിതാവ് കാര്യങ്ങൾ നിർവഹിച്ചു. ഒരിക്കലും ആരുടെയും സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പിതാവ് സമ്മതിക്കുകയില്ലായിരുന്നു. ആ പിതാവിൻ്റെ ആ വലിയ ഗുണം നമ്മളെപ്പോഴും പിതാവിന് ഏറ്റവും അവസാനം ഓർഡിനേഷൻ തന്ന എനിക്കാണ്. ഞാനെപ്പോഴും പിതാവിനെ ഓർക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരാറുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് പിതാവിൻ്റെ ആ കാഴ്ചപ്പാട് എന്നെ ഒരുപാട് വളർത്തിയിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ്. പിതാവിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിതാവ് അനർഹമായിട്ട് ആരെയും, പ്രത്യേകിച്ച് ബന്ധുക്കാരെയോ സ്വന്തക്കാർക്കോ ഒന്നും കൊടുക്കാൻ വേണ്ടി പുള്ളി സമ്മതിക്കില്ലായിരുന്നു. എല്ലാം കൃത്യമായി എല്ലാം പ്രോപ്പർ ചാനലിലൂടെ തന്നെ പോകണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഒരാളായിരുന്നു പിതാവ്. ബന്ധുക്കാരാണ് അല്ലെങ്കിൽ സ്വന്തക്കാരാണ് സുഹൃത്തുക്കളാണ് എന്നതിൻ്റെ പേരിൽ ഒരു ഫേവറും പിതാവ് ചെയ്യുകയില്ലായിരുന്നു. അതും എല്ലാവർക്കും തുല്യതയോടുകൂടി ചെയ്യാൻ വേണ്ടി പിതാവ് എപ്പോഴും ശ്രമിച്ചിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിതാവ് വീട്ടിൽ വരുമ്പോൾ തറവാട്ട് വീട്ടിലാണ് പിതാവ് സാധാരണ വരാറുള്ളത്. പിതാവിന് അവിടെ മുറിയുണ്ട്, അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവിടെ മാത്രമേ എല്ലാ ബന്ധുക്കളുടെ വീടുകളിൽ പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിതാവ് അധികം ശ്രദ്ധിക്കാറില്ല. കാരണം ഇപ്പം പിതാവ് വന്നു, വീട്ടിൽ വരുന്നു, താമസിക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു, പോകുന്നു. അതുപോലെ തന്നെ കുടുംബങ്ങളിൽ ആരെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിതാവ് വന്ന് പള്ളിയിൽ വന്ന് ആ കർമ്മങ്ങൾ നടത്തും. മരിച്ച വീട്ടിൽ പോയി കർമ്മങ്ങൾ നടത്തും. അല്ലാതെ പിതാവിൻ്റെ തറവാട്ട് വീട്ടിലല്ലാതെ പിതാവ് ഒരിക്കലും താമസിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കുടിയേറ്റത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഞാനൊക്കെ അറിയുന്നത് ഒരു പകുതി കുടിയേറ്റം കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം, എന്നാൽ പോലും ഒന്നുമില്ലായിരുന്ന കാലത്ത് ആയാലും പിതാവിൻ്റെ അടുത്ത് ആരെങ്കിലും അർഹതപ്പെട്ട ആൾക്കാർ എന്ന് സഹായം ചോദിച്ചാൽ കൈ നീട്ടിയാൽ പിതാവ് ആരെയും നിരാശരാക്കി വിട്ടിട്ടില്ല. അത് ഒരുപാട് പേര് അനുഭവം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും പിതാവിൻ്റെ ഇല്ലായ്മയിൽ നിന്നാണെങ്കിൽ പോലും പിതാവ് തമ്പുരാൻ തരും, ദൈവം തരും എന്നുള്ള ആ വലിയ ദൈവാശ്രയ ബോധത്തിൽ പിതാവ് എപ്പോഴും ആശ്രയിക്കുകയും അത് വേണ്ടത് കൃത്യമായി നൽകാൻ വേണ്ടി ഉള്ളതുപോലെ പിതാവ് കൊടുക്കുകയും ചെയ്യുന്നത് ഞാൻ പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിതാവിൻ്റെ മരണസമയത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നു. പിതാവിൻ്റെ മരണസമയത്ത് പിതാവിൻ്റെ അവസാന കാലത്ത് ശുശ്രൂഷയുടെ സമയം, എന്നാൽ എപ്പോഴും പിതാവ് ആ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ വേണ്ടി ഒരു നിരാശയുമില്ലാതെ എപ്പോഴും പ്രത്യാശയോടെ സ്വർഗത്തിൽ പിതാവിൻ്റെ ഏറ്റവും വലിയ രണ്ട് വലിയ കാര്യങ്ങൾ ചിന്ത എപ്പോഴും, ഒന്ന് അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിക്കണം, യോസേപ്പ് പിതാവിൻ്റെ പേര് വിശുദ്ധ ബലിയിൽ വരണമെന്ന് ഈ രണ്ട് വലിയ ആഗ്രഹം പിതാവിനുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യവും പിതാവിന് ദൈവം സാധിച്ചു കൊടുത്തു. ഇതെപ്പോഴും യോസേപ്പ് പിതാവിൻ്റെ വലിയ ഭക്തനാണ്. കൊടക്കച്ചിറ പിതാവിൻ്റെ ഇടവപ്പള്ളി യോസേപ്പ് പിതാവിൻ്റെ പള്ളി ആയതുകൊണ്ടായിരിക്കണം യോസേപ്പ് പിതാവിനോട് എപ്പോഴും പിതാവിൻ്റെ അടുത്ത് ചെന്നാൽ എപ്പോഴും അനാവശ്യമായിട്ട് നമ്മൾ ഒരിക്കലും പിടിച്ചു നിർത്തുകയില്ല. പിതാവ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കാര്യം പറഞ്ഞ് എന്നാൽ പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞൊരു യോസേപ്പ് പിതാവിൻ്റെ പടം എടുത്തു കൊടുത്താൽ നമ്മളവിടുന്ന് പൊക്കോണമെന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയും സുന്ദരമായിട്ടാണ് പിതാവ് ആ ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്തിരുന്നത്. ഇപ്പം യോസേപ്പ് പിതാവിനോടുള്ള വലിയ ഭക്തി പിതാവിനുണ്ടായിരുന്നു. ആ ഭക്തി മരണം വരെയും പിതാവ് സൂക്ഷിച്ചു. യോസേപ്പ് പിതാവിനോട്
കൂടെ യാത്ര ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പിതാവ് തീർച്ചയായിട്ടും സ്വർഗത്തിൽ യോസേപ്പ് പിതാവിനോടൊപ്പം പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തുണ്ടായിരിക്കുന്നു എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. പിതാവ് നന്നായിട്ട് പാടുകയും നന്നായിട്ട് പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. സാധാരണ ദൈവം ഈ 2 ഗുണം കൂടി എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി പിതാവിന് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാമായിരുന്നു, നന്നായിട്ട് പാട്ടും പാടാൻ അറിയാമായിരുന്നു. സുന്ദരം ഭക്തിസാന്ദ്രമായിട്ട് പിതാവ് കുർബാനയില്ലുമായിരുന്നു. അതുപോലെ തന്നെ സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പിതാവ്. ലിറ്റർജിക്കൽ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും സഭയാണ് എപ്പോഴും മാതാവെന്ന് എപ്പോഴും പിതാവ് പറയും. സഭയോട് ചേർന്ന് നിന്നിട്ടാണ് പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ 7 അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പം ഞാനതിലെ ഏറ്റവും ഇളയ ആളാണ്. അതിൽ 5 പേരും മരിച്ചു പോയി. ഇപ്പം പിതാവിനോടൊപ്പം നാട്ടിൽ നിന്ന് മലബാറിലേക്ക് വന്ന ഞങ്ങളുടെ കുടുംബത്തിലെ 5 അച്ഛന്മാർ പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.